ആരൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഈ തന്ത്രി പെടുത്തി എന്നതിൻ്റെ ചില സൂചനകളാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലുള്ളത്. നേരത്തെ പുറത്തുവന്ന ചിത്രങ്ങളാണ്, ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ഈ ചിത്രം പ്രേക്ഷകർ കാണുന്നത് ബംഗളൂരു എയർപോർട്ടിന് പുറത്തു നിന്നുള്ള ചിത്രമാണ്. ബംഗളൂരു എയർപോർട്ടിന് പുറത്ത് നോക്കൂ, പോലീസിന്റെ ഗൺമാനുണ്ട്. ആ സമയത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുണ്ട്. കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം ബാംഗ്ലൂർ എയർപോർട്ടിൽ പുറത്ത് ഇരിക്കുന്ന അയാളുടെ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ്. അവിടെ ഒരു മലയാളി സമാജത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ കണ്ടു എന്നാണ് പിന്നീട് കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ വിശദീകരണം. ബാംഗ്ലൂരിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ കണ്ടത്. ഇത് തിരുവനന്തപുരത്ത് ഗൂർഖ കാർ കൈമാറുന്ന സ്ഥലത്ത് സമയത്ത് വെച്ചാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടത് എന്നുള്ളതാണ് നിഗമനം. രണ്ടാമത്തെ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഒരു ഫോട്ടോയാണിത്. എന്നാൽ മറുഭാഗത്ത് UDF-നെ പ്രതിരോധത്തിലാക്കിയത് സാക്ഷാൽ ജൻപഥിൽ സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ റോദ്ദം ജുവലറിയിലെ ഗോവർദ്ധനും അടക്കമുള്ളവർ, ബെല്ലാരിയിൽ നിന്നുള്ള ഗോവർദ്ധനും അടക്കമുള്ളവർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2 പ്രധാനപ്പെട്ട ഗിഫ്റ്റുകൾ, ഒരു കവറിലും മറ്റൊന്നല്ലാതെയുമുള്ള 2 ഗിഫ്റ്റുകൾ കൈമാറുന്ന ചിത്രം. അതിനോടൊപ്പം നിൽക്കുന്ന നേതാവിനെ ശ്രദ്ധിച്ചു നോക്കൂ, അത് സാക്ഷാൽ അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് പറഞ്ഞത് തൻ്റെ മണ്ഡലത്തിലെ ഒരു അയ്യപ്പ ഭക്തനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നത് എന്നതാണ്. പക്ഷേ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ മേൽശാന്തി അല്ലെങ്കിൽ തന്ത്രി അല്ലെങ്കിൽ പുരോഹിതൻ എന്ന നിലയിൽ ജൻപഥിൽ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ആക്സസ് അനുവദിച്ചത്?